ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. അതായത് ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഭയങ്കരമായിട്ട് ഉള്ളൊരു വാർത്ത ഒരു കറങ്ങി നടക്കുന്നുണ്ട്. അതായത് അത് ഈ ഹെർബാ ലൈഫ് എന്ന് പറയുന്ന ഒരു ഫുഡിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഇതിനെപ്പറ്റി ചെയ്യാനുള്ള എനിക്കതിനുള്ള അവകാശമുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എന്താണെന്ന് വെച്ചാൽ 4 വർഷമായിട്ട് ഞാൻ ആ ഫുഡ് കഴിക്കുന്ന ആളാണ്. അപ്പോൾ 4 വർഷമായിട്ട് തുടർച്ചയായിട്ട് കഴിക്കുകയും എൻ്റെ അടുക്കൽ നിന്ന് ഒത്തിരി ആളുകൾ വാങ്ങിച്ച് കഴിച്ച് അവർക്കൊക്കെ നല്ല റിസൾട്ട്, അതായത് നല്ല ഹെൽത്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫുഡും കൂടെയാണത്. അതൊരു മെഡിസിൻ അല്ല, ഒരു ഫുഡാണെന്ന് ഞാൻ എടുത്തു പറയട്ടെ. അപ്പോൾ ഈ 4 വർഷം കൊണ്ട് ഞാൻ അതിനകത്തെ എല്ലാ കാര്യങ്ങളും ഏകദേശം ഹെർബാ ലൈഫിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷമാണ് ഞാൻ അതിനകത്ത് വന്നത്. ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറി. അത് മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടൊന്നും അല്ല. എനിക്ക് എൻ്റെ സാഹചര്യം അവരുടെ കൂട്ടത്തിൽ പോകാനും കൂടുതൽ സമയം അതിനു വേണ്ടി ചെലവഴിക്കാനും ഒന്നും പറ്റിയില്ല. ഞാനങ്ങനെ ഇതിലേക്ക് വരാൻ കാര്യം പ്രത്യേകം ഇനി എടുത്തു പറഞ്ഞോട്ടെ, ഇതൊരു മൾട്ടിനാഷണൽ കമ്പനി തന്നെയാണ്. അങ്ങനെ മൾട്ടിനാഷണൽ കമ്പനി തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളതിനകത്ത്. മൾട്ടിനാഷണൽ കമ്പനി ആയതുകൊണ്ട് അതിന് നല്ലൊരു കാര്യം ചെയ്തുകൂടെ, നല്ലൊരു കാര്യം സെയിൽ ചെയ്തുകൂടെ? എൻ്റെ ചോദ്യം അതാണ്. നല്ല ഫുഡ് ഒരെണ്ണം സെയിൽ ചെയ്യുന്നു, അതിന് നല്ല വിലയാണ്. ആ വില എന്തുകൊണ്ടാണ് അതിന് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഫുഡ് ഉണ്ടാക്കുന്നത് അത്രയ്ക്കധികം നല്ല സാധനങ്ങൾ കൊണ്ടാണ്, നല്ല നല്ല കണ്ടൻസാണ് അതിനകത്തുള്ളത്. ഏത് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചാലും ആ ഡോക്ടർ ആ കണ്ടൻസ് എല്ലാം ഉള്ള ഒരു ഫുഡ് കഴിക്കണ്ടെന്ന് ആരോടും പറയത്തില്ല. എന്താണെന്ന് വെച്ചാൽ ന്യൂട്രീഷൻസ്, മൈക്രോ ന്യൂട്രീഷൻസ് എല്ലാം കൊണ്ട് സമ്പുഷ്ടമാണത്. ഒരു മനുഷ്യ ശരീരത്തിൽ ആവശ്യമുള്ള എല്ലാ ന്യൂട്രീഷൻസും മിനറൽസും മൈക്രോയും എല്ലാം അടങ്ങിയിട്ടുള്ള, ഡെയിലി ബേസിൽ എത്ര അടങ്ങണം അത്രയും അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണത്. അപ്പോൾ ആ ഫുഡ് കഴിച്ചിട്ട് ഒരാൾക്ക് അസുഖം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് എനിക്കങ്ങോട്ട് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ഇടുന്നത്. അതായത് ആ ഫുഡ് നമ്മൾ ചോറ് ഡെയിലി കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പം നമുക്കുണ്ടാകുമോ? ഉണ്ടാകുന്നത് എന്താ? ഇപ്പം ചോറ് കണ്ടമാനം കഴിച്ച് നമുക്ക് നമ്മളൊരു ഷുഗർ, കൊളസ്ട്രോളൊക്കെ ഉണ്ടായി ഇപ്പം നമ്മൾ ശരിക്കും ചോറ് നിരന്തരം കഴിച്ചതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ ഫുഡ് നിരന്തരം കഴിച്ചിട്ട് 4 വർഷം കഴിച്ചിട്ടും, സത്യം പറഞ്ഞാൽ 4 വർഷം കഴിച്ചിട്ടും ഞാൻ എല്ലാ 3 മാസം കൂടുമ്പോഴും എൻ്റെ എല്ലാ റിസൾട്ടുകൾ എടുക്കാറുണ്ട്. എല്ലാത്തിൻ്റെയും ബ്ലഡ് റിസൾട്ട്, അതിനകത്ത് ക്രിയാറ്റിൻ, അതുപോലെ തന്നെ ഫാറ്റി ലിവർ എല്ലാം ചെക്ക് ചെയ്യുന്ന ആളാണ്. ഇതുവരെ അതിനകത്ത് ഒരു ചേഞ്ചും എനിക്ക് വന്നിട്ടില്ല. ഞാൻ എപ്പോഴാണ് ഇത് തുടങ്ങിയെന്ന് വെച്ചാൽ, ഞാൻ റിട്ടയറൊക്കെ ചെയ്ത് കഴിഞ്ഞു. 56 വയസ്സ് നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് റിട്ടയർ ആവുമല്ലോ. അപ്പോൾ റിട്ടയർ ആയി കഴിഞ്ഞ ഉടനെ ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും അന്നൊക്കെ അൺഹെൽത്തി സിറ്റുവേഷൻ ആയിരുന്നു എന്ന് ഒരുപാടൊന്നും എല്ലാവർക്കും ഉള്ളത്രയും പറഞ്ഞാലില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പത്തിൽ മുതലേ സ്പോർട്സിൻ്റെ ഒക്കെ എക്സർസൈസും ഒക്കെ ആയിട്ട് നല്ല ഇതുള്ളതാണ്. അപ്പോൾ എന്നും രാവിലെ എക്സർസൈസ് ചെയ്യുന്നൊരു സ്വഭാവം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ചെറുപ്പം മുതലേ ശീലിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ എക്സർസൈസ് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ കാലുകളും എൻ്റെ ശരീരം എല്ലാം നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ബോഡിയാണ് എൻ്റേത്. എന്നിട്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് അസുഖം ഉണ്ടായിട്ടൊന്നുമല്ല ഞാനിതിലേക്ക് വന്നത്. പക്ഷേ ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഈ മൊബൈൽ ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോൾ ഇത്രയും കനമുള്ള മൊബൈൽ ഈ കയ്യിലിങ്ങനെ ദിവസവും പിടിച്ച് കിടന്നുകൊണ്ടൊക്കെ നോക്കാറുണ്ട്. അതുപോലെ ഇരുന്നുകൊണ്ട് ഈ കയ്യിലിങ്ങനെ പിടിച്ച് ചെയ്യുന്നത് കൊണ്ടാകും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ നിവർക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ കൈക്ക് ഇങ്ങനെ നല്ല ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര വേദനയുണ്ട്. അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പം കാലിന് അതിൻ്റെ പാദം നിലത്ത് കുത്തുമ്പം ചെറുതായിട്ട് കുറച്ച് വേദന. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ എനിക്ക് മാനസികമായിട്ടൊരു വിഷമം തോന്നി. ഇപ്പം തന്നെ എനിക്കിങ്ങനെ ഓരോന്ന് വന്നാൽ ഇനിയുള്ള കാലങ്ങളിലേക്ക് എന്തൊക്കെയാണ് വരാൻ പോകണമെന്നൊക്കെ ഉള്ള ഒരു ചിന്ത എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഹെർബാ ലൈഫുമായിട്ട് എന്നെ സമീപിക്കുന്നത്. ഹെർബാ ലൈഫിൻ്റെ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ട് എന്നെ സമീപിക്കുന്നത്. ഹെർബാ ലൈഫിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് നല്ലൊരു ഫുഡാണ്, ഇത് കഴിച്ചാൽ ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. അതായത് ഇതിൻ്റെ ഒരു
നമ്മുടെ ഒരു മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ തന്നെ മരിക്കുന്നത് വരെ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് ഈ ഹെർബൽ ലൈഫിൻ്റെ ഒരിത്. അത് മരിക്കുന്ന സമയം വരെ നമുക്കെന്നും ഡെയിലി ബേസിൽ നമ്മുടെ ശരീരത്തിന് ന്യൂട്രീഷൻസും മിനറൽസും ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം കഴിച്ച് സുഖമായിട്ടിരിക്കാനുള്ള ഒരു സംഭവമാണ് ഈ ഹെർബൽ ലൈഫ് എന്നും പറഞ്ഞാണ് ഇതിലേക്ക് വന്നത്. പിന്നെ ഞാൻ അതിനകത്ത് വന്ന് ഒരുപാട് ഹെൽത്തിനെ പറ്റിയൊക്കെ ഒത്തിരി പഠിച്ചു കേട്ടോ. അതിനകത്ത് വെൽനസ് കോച്ചസ് എന്ന് പറയുന്ന ഈ ഹെർബൽ ലൈഫ് എന്ന് പറയുന്ന ഫുഡ് ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഇറക്കിയിട്ട് അത് കഴിച്ചോന്നും പറഞ്ഞ് ഇങ്ങനെ തള്ളിവിടുന്ന ഒരു സാധനമൊന്നും അല്ല. ഇത് 195 രാജ്യം, ഇപ്പം 196 രാജ്യങ്ങളിൽ ഇത് സെയിൽസിനുള്ള ഇതുണ്ട്. ഇപ്പോഴും ഓരോ രാജ്യം ഓരോ വർഷം ഓരോ രാജ്യത്തിലേക്ക് അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. ഇത് ചെയ്ത് പരസ്പരം കണക്ട് ചെയ്ത് എല്ലാവരും ഇതിലേക്ക് വന്ന് ആ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് അവരത് ചെയ്യുന്നത്. അവരുടെ രാവിലെ എക്സർസൈസ് ഉണ്ട്, അതായത് 80% ന്യൂട്രീഷൻ ആൻഡ് 20% എക്സർസൈസ്. അതാണ് നമ്മുടെ നിയമമെന്നല്ല, നമുക്ക് ആവശ്യം നമ്മുടെ ശരീരത്തിന്. അതിൽ 80% ന്യൂട്രീഷൻ നമ്മുടെ ഈ ഫുഡ് തരും, 20% നമ്മുടെ എക്സർസൈസ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ലിങ്കിൽ കയറി അവരുടെ കൂട്ടത്തിൽ എക്സർസൈസ് ചെയ്യുക. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് നല്ല വിലയുള്ള ഒരു ഫുഡാണെന്ന് പറഞ്ഞില്ലേ ഞാൻ. ആ ഫുഡ് നമുക്ക് വളരെ വില കുറച്ച് കഴിക്കാനുള്ള മാർഗ്ഗങ്ങളെന്ന് പറയുന്നത് നമ്മൾ കുറേ വിറ്റ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഫുഡ് കഴിക്കാം. ഇത് വെറുതെ കിട്ടുന്ന ഒരു ഫുഡല്ല, നല്ല കോസ്റ്റ്ലി ഫുഡാണ്. പക്ഷേ ഈ ഫുഡിന് നല്ല ഒരു ഗുണമുണ്ട്. അതുകൊണ്ടാണ് ആ ഫുഡിന് ഇത്രയും. അപ്പം ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ഇത് വന്നിട്ട് ആരാണ്ട് മരിച്ചു പോയെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ എൻ്റെ മുന്നിൽ 25 വർഷം 30 വർഷമൊക്കെ കഴിച്ച ആളുകൾ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണണം. ഒരു ആൻറ്റി ഏജിങ് ഫുഡും കൂടെയാണ് ഇതെന്നാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ ഒന്നിനൊന്നിന് ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാതെ അവർ വയസ്സിലേക്ക് പോകുന്നില്ല. അതിനകത്തുള്ള ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകളെ കണ്ടാൽ അങ്ങനെ 60 വയസ്സൊന്നും പോയിട്ട് 50 വയസ്സ് പോലും പറയത്തില്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഒരു ഇതും കൂടെയാണ് ഈ ഫുഡെന്ന് എനിക്കതിൽ നിന്ന് ഇങ്ങനെ തോന്നി. ഇതൊക്കെ ഞാൻ ആരെങ്കിലും പറഞ്ഞാന്ന് വിശ്വസിച്ച് വെറുതെ ഒരാളൊരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ. ഇതെനിക്ക് ശരിക്കും ഇതിനകത്ത് കയറി ഇത് കഴിച്ച് ഇതിനകത്തുനിന്ന് കിട്ടിയ ആ റിസൾട്ടിൽ നിന്നാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫുഡിനെ കുറിച്ച് ഒരുപാട് പേര് ഇങ്ങനെ ചീത്തയാണ്, അവർ മരിച്ചു ഇവർ മരിച്ചു, ഇതൊക്കെ പൈസ മുടക്കാൻ കഴിയാഞ്ഞിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ആളുകൾ പറയുന്നത്. പക്ഷേ ഒരുതരം വ്യക്തിഹത്യ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഫുഡിനെ വെറുതെ ഇങ്ങനെ അതിനെ ഒന്ന് ഹനിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ കേട്ടോ. പക്ഷേ അതൊന്നും ഇവിടെ ബാധകമല്ല. എല്ലാവരും അത് കഴിക്കുന്നവരൊക്കെ 100 നിങ്ങൾ ഈ ഓരോ ഇതും എടുത്ത ഓരോ വീഡിയോ വരുമ്പോഴും അതിൻ്റെ ആ കമൻസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അത് കഴിക്കുന്ന ഓരോരുത്തരും അതിനെ തള്ളി പറയുന്നത്, ആ വീഡിയോയെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് പലർക്കും എന്നോട് ദേഷ്യം തോന്നാം അല്ലേ. പലരും ഇങ്ങനെ ഇത് കള്ളം പറയുക ഇതുകൊണ്ട്. പക്ഷേ ഇതിൽ നിന്ന് 5 പൈസ പോലും ഉണ്ടാക്കുന്ന ഒരാളല്ല ഞാനെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. 5 പൈസയുടെ വരുമാനം ഇതിൽ നിന്നില്ല. എനിക്ക് എല്ലാ മാസവും ഇതിൻ്റെ പേരിൽ നല്ലൊരു തുക ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ചിലവാകും. പക്ഷേ പൈസ ഉള്ളവരോടൊക്കെ എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ, ഇത് തീർച്ചയായിട്ടും വാങ്ങിച്ച് കഴിക്കുന്നത് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു എനർജറ്റിക് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാൻ പറ്റും ഇതുകൊണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൈക്കും ഇതിനുമൊക്കെ ഉണ്ടായിരുന്ന ആ മരവിപ്പ് ഇതുമൊക്കെ മാറിയെന്ന് പറഞ്ഞ സത്യമാണ്. ഞാൻ ഈ ഫുഡ് കഴിച്ചു തുടങ്ങി പിന്നെ എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇപ്പം ശരീരം പണ്ട് എങ്ങനെയായിരുന്നു, ഞാൻ 56 വയസ്സിൽ റിട്ടയർ ചെയ്തപ്പം എന്തുമാത്രം ഹെൽത്തി ആയിട്ടിരുന്നോ അതിലും ഹെൽത്തിയാണ് ഞാനിപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫുഡ് കഴിച്ചതിന് ശേഷം എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്, നല്ല ഹെൽത്തിയാണ്. അതുകൊണ്ട് തന്നെ ആ ഫുഡിനെ അങ്ങോട്ട് അതായത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ എനിക്ക് ഒരു മനസ്സും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോഴും ആ ഫുഡ് ആരെങ്കിലുമൊക്കെ എന്നോട് ഇങ്ങനെ പറയാറുണ്ട് ഇതിനകത്ത് വരുന്നത് കണ്ടോ, ഹെർബൽ ലൈഫിനെ കുറിച്ചൊരു വീഡിയോ വന്നപ്പോൾ ഉടനെ എന്നെ അറിയുന്ന പലരും എന്നോട് പറഞ്ഞു കണ്ടോ അതൊക്കെ കഴിച്ച് വെറുതെ കിഡ്നി അടിച്ചു പോകാനും ലിവർ ദ്രവിച്ചു പോകാനും ഒക്കെ ആണോ ഇത് കഴിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് പലരും. പക്ഷേ അവരോടൊക്കെ എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ, ഈ ഫുഡ് ഒരു മാജിക്കൽ ഫുഡാണ്, ഒരു ഭയങ്കര നല്ല ഫുഡാണ്. നിങ്ങൾ മരുന്ന് കഴിക്കണമെങ്കിൽ കഴിച്ചോ, അതിന് നമ്മൾ തടസ്സമൊന്നും പറയുന്നില്ല. പക്ഷേ നല്ല ഫുഡ് കഴിക്കുന്നതിന് എന്തിനാണ് തടസ്സം പറയുന്നത്? നല്ല ഫുഡ് കഴിച്ച് നിങ്ങൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക, നല്ല ആൻറ്റി ഏജിങ്
ഫുഡാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചെറുപ്പമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫുഡാണ്. നിങ്ങൾ ദിവസം ഒരു 2-3 മാസം ഒന്ന് ഈ പറയുന്നവരൊക്കെ ഒന്ന് കഴിച്ച് നോക്കും. പക്ഷേ ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ ഫുഡ് കഴിച്ച് എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നത് വെറുതെ ഈ ഓൺലൈൻ വഴി വിൽക്കുന്ന ഈ ഇതുണ്ട്, അതിന് വില കുറച്ച് കൊടുക്കും. 3 എണ്ണത്തിന് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ആ ഫുഡൊക്കെ മേടിച്ച് ആരുടെയും നിർദ്ദേശമില്ലാതെ ആരും പറയുന്നത് ഒന്നും അറിയാതെ അത് മേടിച്ച് ഇങ്ങനെ കലക്കി കുടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ അസുഖം വന്നിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിക്കാണും. എന്താണെന്ന് വെച്ചാൽ ഈ ഫുഡ് എപ്പോഴും കഴിക്കുന്നത് ഒരു എന്താ പറയുക, ഒരു ട്രെയിനറുടെ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു തരുന്ന വിധത്തിൽ വേണം ഇത് കഴിക്കാൻ. ചുമ്മാ വാങ്ങിച്ച് കഴിക്കാവുന്ന ഒരു കാര്യമല്ലത്. ഇതൊരാളുടെ നിർദ്ദേശപ്രകാരം എല്ലാം ഇതിനെക്കുറിച്ച്, ഈ ഫുഡിനെക്കുറിച്ച് അറിയുന്ന ഒരാളിൽ നിന്ന് അവരുടെ നിർദ്ദേശപ്രകാരം അവർ പറയുന്നത് പോലെ കഴിക്കുന്ന ഒരു ഫുഡാണിത്. മരുന്നല്ല ഫുഡ് എന്ന് ഞാൻ എടുത്തു പറയുന്നു. ഈ ഫുഡ് കഴിക്കുന്നത് അതുകൊണ്ട് ഒരാളുടെ നിർദ്ദേശപ്രകാരം കഴിച്ചാൽ, അറിയാവുന്നവരുടെ നിർദ്ദേശപ്രകാരം കഴിച്ചാൽ ഈ ഫുഡിന് ഒരു തരത്തിലുള്ള കേടും ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. പക്ഷെ അല്ലാതെ കഴിച്ചാൽ ഉണ്ടാകാം. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അത് വെറുതെ മേടിച്ച് കലക്കി കുടിക്കുകയല്ല ചെയ്യേണ്ടത്. ഫോർമുല 1ഉം പ്രോട്ടീനും ഇതും കൂടെ ഫൈബറും എല്ലാം കൂടിയിട്ട് കലക്കി രാവിലെ എടുത്ത് കുടിച്ചാൽ പോരാ. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത്, അതിന് മുമ്പ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആ ഫുഡ് കഴിച്ച് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്നിനൊന്നിന് ആരോഗ്യവാന്മാരായിട്ടിരിക്കാൻ കഴിയും, ആരോഗ്യവതികളായിട്ടിരിക്കാൻ കഴിയും. വെയിറ്റ് ലോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും ഉണ്ടായിരുന്ന 10 കിലോ 2 ആഴ്ച കൊണ്ട് 10 കിലോ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഒന്നും നശിച്ചു പോകുമെന്നല്ല. 10 കിലോ കുറയുന്ന എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അത് കലോറി മാനേജ്മെൻറ്റാണ് അതിനകത്ത് നടക്കുന്നത്. കലോറിയാണ് നമ്മൾ കുറയ്ക്കുന്നത്, ആഹാരമല്ല. നമ്മൾ കഴിക്കുന്ന ഈ ഫുഡെന്ന് പറയുന്നതിനകത്ത് വെറും 250, ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ക്കിന് അകത്ത് 250 കലോറി മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. നമ്മൾ രാവിലെ അതിന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ആ ഫുഡ് കഴിക്കുമ്പം നമുക്കതിൽ നിന്ന് കിട്ടുന്നത്, നമ്മൾ രാവിലെ കഴിക്കാറുള്ള 500-600, അതായത് ഇഡ്ഡലി, ദോശ, ചപ്പാത്തി ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 600ഓളം കലോറി സ്കിപ്പ് ചെയ്ത് മാറ്റിക്കൊണ്ട് 250 കലോറിയുടെ ഒരു ഷെയ്ക്കാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന, ആ ഷെയ്ക്കിൽ നിന്ന് കിട്ടുന്ന അത്രയും ആ കലോറി കുറയുന്നത് കൊണ്ട് നമ്മുടെ വെയിറ്റ് കുറയുന്നതാണെന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് മസ്റ്റായിട്ടും സ്റ്റാർച്ചിൻ്റെ ആഹാരം കഴിച്ചിരിക്കും, അതായത് ഗോതമ്പോ അരിയോ ഉള്ള എന്തെങ്കിലും ആഹാരം, അതും വളരെ കുറച്ച്. അതിനുശേഷം ഫൈബറാണ് അടങ്ങിയിരിക്കുന്ന ഫുഡാണ് കഴിക്കേണ്ടത്. അതായത് നമ്മൾ നല്ല വെജിറ്റബിൾസ് ധാരാളം കഴിക്കണം. അതുപോലെ ഇതിനകത്ത് പറയുന്നുണ്ട് 20 കിലോ ഉള്ള ഓരോ ആൾക്കും ഓരോ ലിറ്റർ വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. നമ്മൾ ഇവരെ ഒന്നും അറിയാതെ കഴിക്കുന്നവരെന്ത് ചെയ്യുമെന്നറിയാം, ഇത് മാത്രം ഇങ്ങനെ കലക്കി കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഫുഡിനകത്ത് നമ്മൾ വെള്ളം കുടിക്കുന്നില്ല. വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുണ്ട്. 20 കിലോ ഉള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണം എന്ന് പറഞ്ഞാൽ 60 കിലോ ഉള്ള ഒരാൾ 3 ലിറ്റർ വെള്ളം ഒരു ദിവസം കഴിക്കണം. 3 ദിവസം 3 ലിറ്റർ വെള്ളം കുടിക്കുന്നതിന് പകരം 1 ഗ്ലാസ് വെള്ളമോ 2 ഗ്ലാസ് വെള്ളമോ കുടിച്ചുകൊണ്ട് ഈ ഫുഡ് മാത്രം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിന് തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്നവർ ആദ്യം ശ്രദ്ധിക്കുക, ഇത് കഴിക്കുന്നത് ഇതിനെക്കുറിച്ച് അറിവുള്ള, ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ നിർദ്ദേശപ്രകാരം മാത്രം ഹെർബാലൈഫ് കഴിക്കുക. അല്ലാതെ ആ ഓൺലൈനിൽ കാണുന്ന ഫുഡ് മേടിച്ച് കഴിച്ചിട്ട് എൻ്റെ കിഡ്നി അടിച്ചു പോയി, എനിക്ക് ഛർദിൽ വന്നു, വയറ്റുവേദന വന്നു, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓൺലൈൻ വഴി കഴിക്കുന്ന ആ ഫുഡിന് നമ്മൾ ബാധ്യതയില്ല നമുക്ക്. ആ ഫുഡ് കഴിച്ച് എന്ത് കുഴപ്പം വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ കമ്പനി അതിനെ സപ്പോർട്ട് ചെയ്യും. കമ്പനി അവരെ എന്താണെന്ന് വെച്ചാൽ എന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഓൺലൈൻ വഴി മേടിച്ച് കഴിച്ച ഫുഡ് കഴിച്ച് എന്തെങ്കിലും വന്നാൽ അവർ തിരിഞ്ഞു പോലും നോക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കഴിക്കൂ. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ആ ഫുഡ് കഴിക്കുക. കഴിക്കുന്നവർ അറിയാവുന്നവരുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക. വെറുതെ അവിടുന്ന് ഇവിടുന്നൊക്കെ മേടിച്ച് ഒന്നും അറിയാൻ മേലാതെ ആ ഫുഡ് കഴിക്കാതെ എല്ലാം അതിൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുമായിട്ട് കൂടി നിങ്ങൾ കഴിക്കുക. നിങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. അത് ഞാൻ തന്നെ ഒരു ഉദാഹരണമാണ്. എനിക്ക് നല്ല ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, എനർജറ്റിക്കാണ്. 24 മണിക്കൂറും എനിക്ക് നല്ല എനർജിയാണ്. എന്ത് ചെയ്താലും ഞാനങ്ങനെ ക്ഷീണിക്കാറ് പോലുമില്ല. സത്യം പറഞ്ഞാൽ ഇതെല്ലാം എൻ്റെ ഫുഡിൻ്റെ, ഞാൻ കഴിക്കുന്ന ഒരു പിടി ചോറ് കഴിച്ചാലോ എന്തെല്ലാം കഴിച്ചാലും എനിക്ക് ആ ഒരു എനർജി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കിപ്പോൾ 62 വയസ്സാകുന്നു. 62 വയസ്സായ ഞാൻ നല്ല എനർജറ്റിക്കായിട്ട്, ഞാൻ 56 വയസ്സ് റിട്ടയർ ചെയ്തപ്പോൾ, ഈ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് റിട്ടയർ ചെയ്തപ്പോൾ എങ്ങനെ ഇരുന്നോ അതിലും ഹെൽത്തിയാണ്, അതിലും എനർജറ്റിക്കാണ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ആയുസ് എന്ന് പറയുന്ന ആർക്കും ഒന്നും ചെയ്യാൻ വയ്യാത്ത സാധനമാണ്. അതിനെ നമ്മൾ പറയുന്നില്ല. പക്ഷേ മരിക്കുന്നത് വരെ ആരോഗ്യത്തോടെ ഇരിക്കണമെന്നുള്ള എൻ്റെ തീരുമാനത്തിൻ്റെ പുറത്താണ് ഞാൻ ആ ഫുഡിനെ നമ്പുന്നത്. ആ ഫുഡ് എനിക്ക് അത്രയ്ക്കും എന്താ പറയുന്നത്,
വിശ്വാസമുള്ളൊരു ഫുഡാണ്. അത് നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതുകൊണ്ട് എനിക്ക് ഒരു ലാഭവും കിട്ടാനുള്ളതല്ല, ലാഭം കിട്ടത്തുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവരുടെ ഒരു എന്താ പറയുന്ന അവരുടെ ഒരു കയ്യാളായിട്ടാണ് ഞാൻ ഈ പറയുന്നതെന്ന് വിചാരിക്കരുത്. അവരുമായിട്ടൊന്നും ഞാൻ ഒരു തരത്തിലുള്ള ഇതുമില്ല. ഞാൻ ആ ഫുഡ് കഴിക്കാൻ മാത്രം വാങ്ങിക്കുന്നുണ്ട്. ഒരു മനുഷ്യർക്ക് പോലും കൊടുക്കുകയോ അതിൻ്റെ സെയിൽ ചെയ്യുകയോ ചെയ്യുന്നില്ല. അത് ആദ്യം തന്നെ പറഞ്ഞു, ഇപ്പോഴും ഞാൻ എടുത്തു പറയുന്നു. അപ്പം എനിക്കിത് പറഞ്ഞപ്പോഴത്തേക്ക് എന്തോ കുറേ ദിവസമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു എന്താ പറയുക ഒരു ഭാരം കുറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു വല്ലാത്ത കഷ്ടമായി പോകുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നിങ്ങൾ വിശ്വസിക്കുക, ആ ഫുഡ് ഒരു നല്ല ഫുഡാണ്. ഇറ്റ്സ് എ മാജിക്കൽ ഫുഡ്. ആ ഫുഡിന് പലതരത്തിൽ നമ്മുടെ ശരീരത്തിനെ പലതരത്തിൽ മാറ്റാൻ പറ്റും. നമ്മുടെ ശരീരസ്ഥിതിയെ പലതരത്തിൽ മാറ്റാൻ പറ്റും. നിങ്ങളൊന്ന് കഴിക്കാത്തവർ വേണമെങ്കിൽ കഴിച്ചു നോക്കുക. കഴിക്കുന്നവർ അറ്റ്ലീസ്റ്റ് അതിനെ പഴിക്കാതെങ്കിലും ഇരിക്കുക. വേണ്ട വിധത്തിൽ അറിഞ്ഞ് കഴിക്കുക. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ബായ്.